ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ഒരു ട്രെയിലർ റിയാക്ഷൻ ആണ് സുഹൃത്തുക്കളെ. ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മുടെ നിവിൻ പോളിയാണ് മെയിൻ ലീഡ് റോളിൽ വരുന്നത്. നിവിൻ പോളിയും അമിതാഭ് ബൈജു ഇങ്ങനെ കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ട്. ഭാവന സ്റ്റുഡിയോസിൻ്റെ ബാനറിലാണ് പടം വരുന്നത്. നമ്മുടെ ഗിരീഷയുടെ പടമാണ്. പുള്ളി തന്നെയാണ് റൈറ്റ് ചെയ്തേക്കുന്നത്. പുള്ളിയും കിരൺ ജോസി എന്ന് പറഞ്ഞ ആളുകളാണ് പടം റൈറ്റ് ചെയ്തേക്കുന്നത്. നിവിൻ പോളിയും അമിതാഭ് ബൈജു, സംഗീത് പ്രതാപ്, പിന്നെ സുരേഷ് കൃഷ്ണ, വിനയ് ഫോർട്ട്, റോഷൻ ഷാനവാസ്, ശ്യാം മോഹൻ, ഷമീർ ഖാൻ, അങ്ങനെ കുറേ അധികം ആൾക്കാരൊക്കെ ഉണ്ട്. സോ എന്തായാലും ലെറ്റ്സ് സീ ദ ഒഫീഷ്യൽ ട്രെയിലർ ഓഫ് ബെത്ലഹേം കുടുംബ യൂണിറ്റ് സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. അപ്പനേല് കുറെ കാസറ്റ് കളക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഒരു 2005 കാലഘട്ടത്തിലൊക്കെ. അമിതാഭ് ബൈജു ആ വീട് മറ്റേ നസ്ലിന്റെ അയം കാതലൻ ആ പടത്തിനകത്തെ വീടല്ലേ? ഞാനതൊക്കെ MP3 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നെറ്റിൽ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ഞങ്ങളെ പോലുള്ളവർ അപ്ലോഡ് ചെയ്ത പാട്ടുകളാണ് പിന്നീട് ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടിയത്. MP3 കിങ്. ചേരുന്ന വല്ല പേര് വിട്ടാ പോലെ. കിങ് ആപ്പിൾ ഓറഞ്ച് ഗ്രേപ്പ് സംഗീത് പ്രതാപ്. ഞാൻ പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസർ ഈ പരിപാടിക്ക് നിർത്തി ഞങ്ങളെ പോലെ സിഗ്മയോ നോക്കുക. ഇത് സിഗ്മയല്ല, ചുഗ്മയാണ്. ഒരു ഉത്തരവാദിത്വമല്ല, ചുകിച്ച് ജീവിക്കുക. ജസ്റ്റിൻ ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിണ്ടെന്നാ പറഞ്ഞത്. കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ? ചാർജ് ചെയ്യണ്ട. ഒരു മെലങ്കോളിക് പാവണ അവർക്ക്. അത് നീ ഈ അടുത്തുള്ളപ്പായിരിക്കും, അല്ലാത്ത സമയത്തൊക്കെ കളിച്ചിരിച്ച് കിടക്കാനുള്ള കൊച്ച്. ഹായ് അഷ്ലി. നിന്നെ തന്നെയാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആള് കുറവുണ്ടോടി? ആഷ്ലിനൊന്നും കണ്ടില്ല. കൺഗ്രാറ്റ്സ്. വെടിവെച്ചപ്പൊട്ടാത്ത കാര്യം പറയാൻ നീ കൊല്ലിക്ക്. നമ്മളല്ലാതെ വേറെ ആരും കാര്യം അറിയാൻ പാടില്ല. അങ്കമാലി പരിസരത്ത് നമ്മൾ തികച്ചും സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. പരിചയം പോലെ വേണ്ടാണ് ഉദ്ദേശിച്ചത്. നീ എന്നെ ഇങ്ങനെ ഗോസ്റ്റ് ചെയ്യുന്നു വിചാരിച്ചു. പക്ഷെ ഞാൻ നിന്നെ ഓർബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓർബിറ്റോ? ഇതൊക്കെയല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാഷ. ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ മറന്നോളാം. ബെത്ലഹേം കുടുംബം ഓഗസ്റ്റ് 21. കൊള്ളാം, രസമുണ്ട്. പഴയൊരു ഗ്രാമവും കുറച്ച് പ്രേമ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരു നൈസ് ഒരു കുടുംബത്തിന് പറ്റിയ ഒരു പടമാണ് സുഹൃത്തുക്കളെ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. സോ അപ്പോൾ എന്തായാലും അതാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ. നല്ല രസമുണ്ട്, കണ്ടിരിക്കാം. പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല. ഒരു നാട്ടുംപുറം നിവിൻ പോളിയുടെ ക്യാരക്ടറും അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടറും തമ്മിൽ ഇഷ്ടം ആകത്തില്ല, അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നൈസ് ഒരു പടമായിരിക്കും സുഹൃത്തുക്കളെ. നിവിൻ പോളിയുടെ അടുത്ത ഒരു ഫാമിലി ഹിറ്റ് ചിത്രമായിട്ട് വന്നിരിക്കുകയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. സോ അപ്പോൾ എന്തായാലും ഓണം നിവിൻ പോളി തൂക്കുമോ അതോ പൃഥ്വിരാജ് ഖലീഫയായിട്ട് തൂക്കുമോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും അയാം ഗെയിം അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. സോ അപ്പം പൃഥ്വിരാജ് വേഴ്സസ് നിവിൻ പോളി ആയിരിക്കും. സോ അപ്പോൾ അതാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ് നടത്തുന്ന ട്രെയിലർ. സോ അപ്പോൾ അത്രേ ഉള്ളൂ.